കാണുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലല്ലോ സ്ഥല വായിക്കൂടെ വെള്ളം വരുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ റിവ്യൂവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും അടിപൊളി പൈനാപ്പിൾ ആയിട്ട് നല്ല അടിപൊളി പൈനാപ്പിൾ തന്തൂരിയാണ് ഉണ്ടാക്കുന്നത്. അതെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വളരെ സ്പൈസി ആയിട്ട് നമ്മുടെ ഫുഡ് ഫോർ പീപ്പിളിൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലിംഗ് ആണ് അല്ലേ? അതെ, അപ്പോൾ ലെറ്റ്സ് ഗോ. സംഭവം എന്താ അറിയോ, കൂടുതൽ പഴുത്തതും കൂടുതൽ പഴുക്കാത്തതും എടുക്കാൻ പാടില്ല. അത് മീഡിയം ഒരു സംഭവം ഉണ്ടാവില്ല. ഇതാ ഇങ്ങനെ നല്ല മഞ്ഞ പോലെ ഉണ്ടാവും പുറത്ത്. അതാണ് നമ്മൾ നോക്കി വാങ്ങിക്കേണ്ടത്. മഞ്ഞ പഴുക്കില്ലേ? മഞ്ഞ പഴുപ്പൊക്കെ. സംഭവം നമ്മൾ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. പോയി കൊണ്ട് 50 കിലോ പൈനാപ്പിൾ എടുത്ത് വന്ന് എന്നിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് എന്താ ഉണ്ടാക്കേണ്ടത് അല്ലേ? ചില എന്താണ് എന്തേ കട്ടിങ് തന്നെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഈ മേൽഭാഗം തല നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ഏകദേശം ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്തായാലും പൈനാപ്പിൾ തന്തൂരിക്കുള്ള മസാല തയ്യാറാക്കാം. ആദ്യം ഉപ്പ്, മുളക് പൊടി, പഞ്ചസാര പൊടിച്ചത്, മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക. നല്ല ഫുൾ കവറായിട്ട് പൈനാപ്പിളിനെ ഫുള്ളായിട്ട് ഇതാക്കുക, കോട്ട് ചെയ്യുക മസാല ഇട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ടേന്നുണ്ടാവും സാധനം. കാണുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലല്ലോ സ്ഥല വായിക്കൂടെ വെള്ളം വരുന്നില്ല. നമുക്ക് ഇനി ഈ ഐസ്ക്രീമിൻ്റെ ഈ കോലെടുത്തിട്ട് മെല്ലെ കുത്തിയുണ്ടാവും തന്തൂരിക്ക്. ഐസ്ക്രീം സാധനം എന്താല്ലേ. നമുക്ക് നല്ല ചന്തത്തിൽ നമ്മുടെ പൈനാപ്പിൾ എടുത്ത് വെക്കാം. കനലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ട് കനലിലെ കൊണ്ട് ഇറക്കാം. ഇപ്പോൾ തന്നെ ശരിക്കും കഴിക്കാമെന്നുണ്ട്. വായിന്നൊക്കെ ശരിക്കും ഇപ്പോൾ കഴിക്കുക പ്രശ്നമൊന്നുമില്ല. പിന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വെറൈറ്റി. ഗ്രില്ല് ചെയ്ത് നോക്കാം. നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് കഴിച്ച് നോക്കിയില്ല ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് വെച്ചാലോ നമ്മളെ കനലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുത്താൽ മതി. പടി നല്ല കരിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ആയിട്ടുണ്ടാവും. കരിയല്ല, ഒരു ഏകദേശം ഒരു കറുപ്പ് കളർ അടിക്കുമ്പോൾ സംഭവം റെഡി. നാളെ പൈനാപ്പിളിൻ്റെ ഉള്ളിലായി മസാല അങ്ങോട്ട് കയറി പോകണ്ടല്ലേ? ശരി, എന്നാൽ പിടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്.
അപ്പോൾ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഈ 4 സൈഡും നമുക്ക് നോക്കിയിട്ട് 4 സൈഡും കൂടി ചൂടില്ല 3 സൈഡ് സോറി 3 സൈഡ് പിടിക്കാൻ വേണ്ടി നമ്മൾ 3 പ്രാവശ്യം തിരിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട് അല്ലേ? അയ്യോ നല്ല ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ചില അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ നമ്മളിതിലേക്ക് എല്ലാവരും തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളിയായി കിട്ടും സംഭവം. അവിടെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തന്തൂരി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാ സെറ്റ് ആയിക്കണം. ഇതുപോലെ ആവണം നമുക്ക് സെർവ് ചെയ്യാം. രസമില്ലേ? ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നറിയോ? ഈ ചിക്കൻ വറുത്തെടുത്തില്ലേ ശരിയല്ലേ? ഫീൽ കാണുമ്പോൾ ആ ഒരു ചോവാന്നുള്ള തന്തൂരിയും അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തന്തൂരി റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളി സാധനം. അതൊക്കെ ടേസ്റ്റ് അല്ലേ? സംഭവം പൊളിക്കും വേണ്ട. ഫസ്റ്റ് ടൈം ഇതിന് മെയിൻ ഇതാണ്, ഈ മസാലയൊക്കെ കണ്ട് പൊളിക്കും. എരിവുണ്ടോ? അല്പം എരിവ് കൂടുതലാണ് ഉണ്ടാവുക. സംഭവം ഉഷാറ് ഇടുക്കി. അടിപൊളി. നമ്മൾ വിചാരിച്ചു ജ്യൂസൊക്കെ കണ്ട് പോയിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. അതിൻ്റെ വെള്ളം ജ്യൂസൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പുറത്തത്തെ മസാല ആ പുക തട്ടി ആ ഒരു ഫ്ലേവറില്ലേ, പുകയൊക്കെ തട്ടിട്ട് മസാല അല്ലേ? സംഭവം പൈനാപ്പിൾ ഏകദേശം ഒരു പാതിയോളം വെന്തിട്ടുമുണ്ട്. പിന്നെ അതുപോലെ ഈ മസാലൻ്റെ ഒരു പച്ച മണം അതൊക്കെ പോയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്. കിടിലൻ സാധനം അല്ലേ? നമ്മൾ ഇതുവരെ കഴിക്കാത്ത വെറൈറ്റി ആണ് കേട്ടോ ഗൈസ്. പൊടി. ശരിക്കും ഒരു ചാലഞ്ച് വെക്കണല്ലേ? ചാലഞ്ച് വെച്ചാൽ പൊളിക്കും. നോ രക്ഷ ഗൈസ്, നോ രക്ഷ. ഇതെന്താ പറയുക, ഒരു സ്നാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല അല്ലേ? ഫുഡ് കഴിക്കുന്ന സംഭവം ആയിട്ട് ഒരു ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് തിന്ന വയറ് കപ്പുന്നുണ്ടാവും. നമ്മളിപ്പോൾ തന്നെ കപ്പായി. അടിപൊളി കിടിലം. ഐസ്ക്രീം പോലെ ഉണ്ട് അല്ലേ സംഭവത്തിൽ? ഐസ്ക്രീം കൂടെ അല്ല, ഐസ്ക്രീം പറഞ്ഞാൽ ഇതിൽ ആ ഒരു ലുക്കാണ് ഐസ്ക്രീം പോലെ ഉണ്ട് പറഞ്ഞത്. ഒരു ഐസ്ക്രീം കുറച്ച് മേലെ കൂടെ ഇട്ടതിന് തിന്നുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വേറെ. ശരിക്കും ഇവിടെ ഐസ്ക്രീം വെക്കണേ നമ്മൾ. ഈ സാധനത്തിന് പകരം ഐസ്ക്രീം വെച്ചാൽ മുക്കിയിട്ടിങ്ങനെ കുളമൊക്കെ മസാല ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഉള്ളിൽ ജ്യൂസ് ഇല്ല, അതാണ് മെയിൻ. ജ്യൂസും എൻ്റെ മുറിഞ്ഞ മസാല. ഇത് നമ്മൾ പൊട്ടി കാണിച്ചെടുക്കുക. അടിപൊളി. നമ്മൾ പൈനാപ്പിൾ തന്തൂരിൻ്റെ മെയിൻ എന്താ പറഞ്ഞാൽ ഈ മസാല ഗ്രില്ല് ചെയ്ത ടേസ്റ്റ്, ഉള്ളിലത്തെ ജ്യൂസും കൂടി ചേരുമ്പോൾ വായിലാണ് കപ്പലോടണം. ഓരോ കടി അടിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലേ? അടിപൊളി. ഓടി ഓടി കപ്പല്. എന്നെ ട്രോളാൻ വേണ്ടി ജനിച്ചാണെങ്കിൽ വേണ്ടി വരും. ഞാൻ ട്രോൾ
അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റ് ഒരു 30 പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 15 നമ്മൾ കട്ട് ചെയ്ത്, ബാക്കി 15 കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ 15 കുറച്ച് ഉണ്ടാക്കി, ബാക്കി ടൈമില്ല. കുറച്ച് പിള്ളേർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തനിഷൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് തിരക്കിലായതുകൊണ്ടാണ് ടേസ്റ്റ് ചെയ്യാൻ വന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു അടിപൊളി കിടില റെസിപ്പി നമുക്ക് അടുത്തുള്ള കാണാൻ. ബൈ.